ഇത് കളർ ഇങ്ങനെ ഇനി കുറച്ച് കഴിയുമ്പോൾ മാറും, ഒരു ചുവന്ന കളറാവും. നമ്മൾ എടുത്തിട്ട ഉടനെ ആ കളർ കിട്ടില്ല, കുറച്ച് ചൂടാറുമ്പോൾ കളർ മാറി നല്ല അടിപൊളി കളറാവും. ഇത് മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്ത് കട്ട് ചെയ്തെടുത്തണം. അപ്പോൾ നമ്മളിന്ന് മുട്ട കൊണ്ടൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോകണം, Egg65. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ആ വീഡിയോയ്ക്ക് പോകുന്നതിന് മുൻപേ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ സംഭവം എങ്ങനെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കടലമാവ് ചേർക്കണം. ഇതിൽ മഞ്ഞക്കരുവ് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ, മഞ്ഞ കൊളസ്ട്രോളാണ്. അപ്പോൾ ഇത്രയും മുട്ടൻ്റെ മഞ്ഞക്കരുവ് ഇടുന്നത് ശരിയല്ല. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മഞ്ഞക്കരുവ് ഒരു 3-4 ആണെങ്കിൽ ഇട്ടോളെ, കുഴപ്പമില്ല. ഒരല്പം മുളക് പൊടി, ഇതിൻ്റെ കളറിനും ചെറിയൊരു എരിവിനും വേണ്ടിയാണ് മുളക് പൊടി ഇടുന്നത്. ഇത് കൂടുതലുള്ളതാണ് ഇത്രയും ഇടുന്നത് കേട്ടോ. ഇനി കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, ഒരല്പം ഗരം മസാല, ഉപ്പ് പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കടലമാവും ഈ സാധനങ്ങളൊക്കെ എല്ലാ ഭാഗത്തും എത്തുമ്പോൾ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. ഇനി നമുക്കൊരു സാധനം കൂടി ചേർക്കാണ്ട്, മുട്ടയുടെ വെള്ള അതുകൂടി ചേർത്താൽ ഒരു കട്ടിയുള്ളൊരു സാധനം നമുക്ക് ആക്കിയെടുക്കണം, ഒരു തിക്ക് ബാറ്റർ. എന്നിട്ടാണ് നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുട്ടയുടെ വെള്ളയല്ല, മുട്ട അങ്ങനെ ഒടിച്ചൊഴിക്കണം. നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്തിട്ട് മുട്ട വേണമെങ്കിൽ നമുക്ക് ഇനി കുറച്ചുകൂടെ ഉടച്ച് ചേർക്കാം. ഇത് ഒരുപാട് ലൂസായി പോകാനും പാടില്ല, അതാണ്. അപ്പോൾ നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാനുള്ള സംവിധാനം, ഫ്രൈ ചെയ്യാനുള്ള സംവിധാനം ചെയ്യാം. നമുക്കൊരു ഉരുളി വെച്ച് നമുക്ക് സംഗതി ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണ ചൂടായിരുന്നു, അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇട്ട് ഇളക്കാനുള്ള സമയം നമുക്ക് കിട്ടിയാൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് ചൂടായി കഴിഞ്ഞതുപോലെ വിട്ട് വരും. നമ്മൾ സാധാരണ പൊക്കവട ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ഒരു രീതി തന്നെ. ഒന്ന് നല്ലോണം ഒന്ന് കളറായി വരട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാനാണ്. നമ്മളെ സംഗതി റെഡിയായിട്ടുണ്ട്. ഇതുപോലെ പല സൈസിൽ വരണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി. നിസ്സാര പരിപാടിയുള്ളൂ. ഓക്കെ, ചൂടായി കഴിയുമ്പോൾ പതുക്കൊന്ന് ഇളക്കി കൊടുത്താൽ അങ്ങനെ വിട്ട് വരും.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെക്ഷനും റെഡി ആയിട്ടുണ്ട്. മുട്ട അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ അടുത്ത് നിൽക്കാൻ. ഒരുപാട് തീ കത്തുമ്പോഴാണിത് പൊട്ടുക. അപ്പോൾ പതുക്കെ ലൈറ്റായിട്ട് തീ കൊടുത്തിട്ട് അങ്ങനെ മൊരിച്ചെടുത്താൽ മതി. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ ലൈറ്റായിട്ട് തീ കൊടുത്ത് ഇങ്ങനെ ആക്കിയാൽ മതി. അടിപൊളി. ഇത് കളർ ഇങ്ങനെ ഇനി കുറച്ച് കഴിയുമ്പോൾ മാറും. ഒരു ചുവന്ന കളറാവും. നമ്മൾ എടുത്തിട്ട ഉടനെ ആ കളർ കിട്ടില്ല. കുറച്ച് ചൂടാറുമ്പോൾ കളർ മാറി നല്ല അടിപൊളി കളറാവും. നമുക്കിതൊരു ഇരുമ്പ് ചട്ടി വയ്ക്കാം. നമുക്ക് ഒന്നുകൂടെ ഒരു പണി കൂടെ ഉണ്ട്. അതിൽ ഒരല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. മതി. കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത്, കുറച്ച് വറമുളക്, കുറച്ച് കറിവേപ്പില, നമ്മുടെ എഗ്ഗ് ഉണ്ട്. ഈ സാധനം ഇടാം. കുറച്ച് അധികം ഉണ്ടത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് ഉപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ്, ഒരു നുള്ള് മുളക് പൊടി, നല്ല മണമുണ്ടാവും. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, നമ്മുടെ സംഭവം റെഡി. അപ്പോൾ നമ്മുടെ എഗ് 65 റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്തായാലും വിനീതേ ടേസ്റ്റ് നോക്കിയിട്ട് പറയും. ഞാൻ ടേസ്റ്റ് നോക്കില്ല. എനിക്ക് ഒരു മണിക്കൂർ കൂടെ സമയം എടുക്കും ടേസ്റ്റ് നോക്കാനായിട്ട്. നോമ്പൊക്കെ തുറന്നിട്ട് ഞാൻ ടേസ്റ്റ് നോക്കാം. നീ ടേസ്റ്റ് നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയത് പുള്ളിയാണ്. ഈ അളവൊക്കെ നോക്കിയത് പുള്ളിയാണ്. ഒന്നും പറയാനില്ല. ആ സൂപ്പർ. നല്ല മണമുണ്ട്, നല്ല അടിപൊളി മണം. അപ്പോൾ എന്തായാലും നമ്മൾ നോമ്പ് തുറന്നിട്ടേ കഴിക്കുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കൽ പരിപാടി നമ്മുടെ വീഡിയോയിലുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടേസ്റ്റ് നോക്കിയത്. നീ കഴിക്കുക, എങ്ങനെയുണ്ട് നിൻ്റെ അഭിപ്രായം? കുറച്ച് നേരം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയും. ആ ഉള്ളൊക്കെ എങ്ങനെയുണ്ട്? നല്ല വന്നിട്ടുണ്ട്, സ്മൂത്തായിട്ടുണ്ടാവും. മുകളിൽ നല്ല ഒരു എന്താ പറയുക ക്രിസ്പി ആയിട്ടുണ്ട്. ആ ഉള്ളിൽ നല്ല സ്മൂത്തും അല്ലേ? നല്ല അടിപൊളി സംഭവം ഉണ്ടാ. എന്തായാലും ഈ എഗ് 65 എന്താ പറയുക, വീട്ടിലൊക്കെ നമുക്ക് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാം, നോമ്പ് തുറക്കണ വിഭവമായിട്ട് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് സമയം എടുത്തത്. നമുക്കൊരു 4-5 മുട്ടയൊക്കെ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. നല്ല എനിക്കറിയാം, നല്ല രസം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ വീട്ടിലൊരിക്കലേ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും കിടിലൻ വീഡിയോകൾക്ക് ഞങ്ങൾ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. എന്നാൽ പൊളിയല്ലേ? അപ്പോൾ നമുക്കിത് ഈ സംഭവം നമ്മൾ കുറച്ച് മാറ്റി നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ വീടുകളിലേക്ക് എത്തിക്കണം. നമ്മൾ ഇത്ര എന്തായാലും നമ്മൾ കഴിക്കാൻ പറ്റും. അതെ. അപ്പോൾ നമ്മൾ കുറച്ച് പാക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ കൂടെ ആദ്യം മുതലുണ്ടായിരുന്ന കുട്ടികളുടെ വീടുകളിലേക്ക് നമുക്ക് എത്തിക്കാം. അപ്പോൾ ഓക്കെ, ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.